നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ചിരി മറയ്ക്കാറുണ്ടോ? പല്ലിന്റെ മഞ്ഞ നിറം കാരണം ഫോട്ടോ എടുക്കാൻ മടിക്കാറുണ്ടോ? ഹായ്, ഐ എം ഡോക്ടർ ഷീന. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടീത്ത് ബ്ലീച്ചിങ്ങിനെ കുറിച്ചാണ്. ഇത് ചെയ്താൽ ശരിക്കും പല്ല് വെളുക്കുമോ, അതോ നിങ്ങളുടെ ഇനാമൽ മുഴുവൻ നഷ്ടപ്പെട്ട് ലൈഫ് ടൈം കഷ്ടപ്പെടുമോ? എല്ലാ സത്യവും പറഞ്ഞുതരാം, കേട്ടോളൂ. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ പല്ല് എന്തുകൊണ്ടാണ് മഞ്ഞയാവുന്നത്? നമ്മുടെ പല്ലിന് രണ്ട് പ്രധാന ലെയർ ഉണ്ട്. പുറമെ കാണുന്ന ഏറ്റവും കട്ടിയുള്ള വെളുത്ത ഭാഗം, അതാണ് ഇനാമൽ. ഇതാണ് പല്ലിന്റെ ഷീൽഡ്. ഇനാമലിന് താഴെ ഉള്ളിലായി കിടക്കുന്ന മഞ്ഞ നിറമുള്ള ലെയർ ഉണ്ട്, അതാണ് ഡെന്റിൻ. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ ഇനാമൽ കട്ടിയുള്ളതാകും, അപ്പോൾ ഉള്ളിലുള്ള ഡെന്റിന്റെ മഞ്ഞ നിറം പുറത്തേക്ക് കാണില്ല. പിന്നെ പ്രായമാവുമ്പോൾ ദിവസവും ചവയ്ക്കുമ്പോൾ ഇനാമൽ പതിയെ തേഞ്ഞു പോവും, അപ്പോൾ ഉള്ളിലുള്ള ഡെന്റിന്റെ മഞ്ഞ നിറം പുറത്തേക്ക് തെളിഞ്ഞു വരും. അതാണ് പ്രായമാവുമ്പോൾ പല്ല് മഞ്ഞ കളർ ആവാനുള്ള കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം സ്റ്റെയിൻസ് ആണ്. നമ്മൾ ദിവസവും കുടിക്കുന്ന ചായ, കാപ്പി, കോള, വൈൻ, കഴിക്കുന്ന മഞ്ഞൾ, സോയാ സോസ്, ഉപയോഗിക്കുന്ന പുകയില, ഇതൊക്കെ ഇനാമലിന്റെ മുകളിൽ ഒരു കറയായി പറ്റിപ്പിടിക്കും. ഇനി ബ്ലീച്ചിങ് എന്താണ് ചെയ്യുന്നത്? ബ്ലീച്ചിങ് ജെല്ലിലുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ കാർബമൈഡ് പെറോക്സൈഡ് എന്നൊരു കെമിക്കലാണ്. ഇത് ഇനാമലിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആ സ്റ്റെയിൻ മോളിക്യൂൾസിനെ ചെറിയ കഷ്ണങ്ങളാക്കി ബ്രേക്ക് ചെയ്യും. അപ്പോൾ സ്റ്റെയിനിന്റെ കറുപ്പ് നിറം പോവും. ഡെന്റിന്റെ ഉള്ളിലുള്ള മഞ്ഞ നിറത്തെയും ഇത് ലൈറ്റ് ആക്കും. സോ ബ്ലീച്ചിങ് എന്ന് പറയുന്നത് പല്ലിന്റെ മുകളിൽ ഒരു വെള്ള പെയിന്റ് അടിക്കുന്ന പരിപാടിയല്ല. ഇത് പല്ലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നിറം മാറ്റുന്ന ഒരു സയന്റിഫിക് പ്രോസസ്സാണ്. ഇനി നമുക്ക് ഏറ്റവും അപകടമുള്ള 3 തെറ്റിദ്ധാരണകൾ പൊളിച്ചെഴുതാം. ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ പല്ല് പോവും. ഒന്നാമത്തെ കാര്യം, യൂട്യൂബിൽ കാണുന്ന ലെമണും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് തേച്ചാൽ പല്ല് വെളുക്കും. ഇതിന്റെ സത്യം, ഇത് 100% അപകടമാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ലെമൺ എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. അതിന്റെ pH വാല്യൂ 2 മാത്രമാണ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു അബ്രേസീവ് ആണ്, അതായത് ചുരണ്ടിക്കളയുന്ന ഒരു സാധനം. ഇപ്പോൾ നിങ്ങൾ ആസിഡ് വെച്ച് ഇനാമലിനെ മെൽറ്റ് ആക്കിയിട്ട് ബേക്കിംഗ് സോഡ വെച്ച് ചുരണ്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനാമൽ എന്ന നിങ്ങളുടെ പല്ലിന്റെ ഷീൽഡ് പെർമനന്റ് ആയി നഷ്ടപ്പെടും. ഇനാമൽ ഒരിക്കൽ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിച്ചാൽ പോലും ഷോക്ക് അടിക്കുന്ന വേദന ആയിരിക്കും. സോ വീട്ടുവൈദ്യം വേണ്ട. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ചാർക്കോൾ പൗഡർ നാച്ചുറൽ ആണ്, സേഫ് ആണെന്ന്. ഇതിന്റെ സത്യം, ചാർക്കോൾ ഒരു അബ്രേസീവ് ആണ്, സാൻഡ് പേപ്പർ പോലെ. ഇത് നിങ്ങളുടെ ഇനാമലിനെ സ്ക്രാച്ച് ചെയ്ത് കളയും. അമേരിക്കയിലെ FDA പോലും ഇത് സേഫ് ആണെന്ന് അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇത് സ്റ്റെയിൻസിനെ മാത്രമല്ല, നിങ്ങളുടെ പല്ലിനെ തന്നെ ചുരണ്ടിക്കളയും. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, ക്ലിനിക്കിൽ പോയി ബ്ലീച്ചിങ് ചെയ്താലും ഇനാമൽ ഡാമേജ് ആകും. ഇതിന്റെ സത്യം, നോ. പ്രൊഫഷണൽ ബ്ലീച്ചിങ് AD അപ്രൂവ്ഡ് ആണ്, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഡോക്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗം പ്രൊട്ടക്ട് ചെയ്യും, ശരിയായ പെർസെൻറ്റേജ് ജെൽ യൂസ് ചെയ്യും. ഇത് ഇനാമലിന്റെ സർഫസിൽ 48 മണിക്കൂർ നേരത്തേക്ക് ചെറിയ പോസ് ഓപ്പൺ ആക്കും. പക്ഷെ നമ്മളുടെ ഉമിനീരിലുള്ള കാൽഷ്യം ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് അത് താനെ അടഞ്ഞു പോവും. ഇനാമൽ നഷ്ടപ്പെടില്ല. ഇത് പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. ഇനി ബ്ലീച്ചിങ്ങിൽ എത്ര ടൈപ്സ് ഉണ്ട്? പ്രധാനമായും 3 ടൈപ്സ്. ഫസ്റ്റ് ടൈപ്പ് ഇന്നോഫീസ് ബ്ലീച്ചിങ് ആണ്. ഇത് നിങ്ങൾ ഡെന്റൽ ക്ലിനിക്കിൽ പോയി ചെയ്യുന്നത്. ഡോക്ടർ ആദ്യം നിങ്ങളുടെ മോണ മുഴുവൻ ഒരു ബ്ലൂ കളർ ബാരിയർ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ഈ ജെല്ല് മോണയിലായ ബേൺ ആവും. എന്നിട്ട് 35% മുതൽ 40% വരെ പൗഡറുള്ള ബ്ലീച്ചിങ് ജെൽ പല്ലിൽ അപ്ലൈ ചെയ്യും. പിന്നെ ഒരു LED ലൈറ്റ് അല്ലെങ്കിൽ ലേസർ ലൈറ്റ് അടിച്ച് ഇത് ആക്ടിവേറ്റ് ചെയ്യും. 15 മിനിറ്റിന്റെ 3 സെഷൻ, ടോട്ടൽ 1 മണിക്കൂർ. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ നിങ്ങളുടെ പല്ല് 5 മുതൽ 8 ഷെയ്ഡ് വരെ വെളുക്കും. അതായത് ഷെയ്ഡ് ഗേഡിൽ A3 എന്ന നിറത്തിൽ നിന്ന് A1 എന്ന ഏറ്റവും വെളുത്ത നിറത്തിലേക്ക് മാറാം. കേരളത്തിൽ ഇതിന്റെ ആവറേജ് കോസ്റ്റ് 8000 മുതൽ 15000 വരെയാണ്. റിസൾട്ട് ഏറ്റവും ഫാസ്റ്റായി വേണ്ടവർക്ക് ഇതാണ് ബെസ്റ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ്, ഡെന്റിസ്റ്റ് സൂപ്പർവൈസ്ഡ് ഹോം ബ്ലീച്ചിങ്. ഇതിൽ ഡോക്ടർ നിങ്ങളുടെ പല്ലിന്റെ അളവെടുത്ത് നിങ്ങൾക്ക് മാത്രമായി ഒരു കസ്റ്റം ട്രേ ഉണ്ടാക്കി തരും. അത് നിങ്ങളുടെ പല്ലിൽ പെർഫെക്റ്റ് ആയി ഫിറ്റ് ആവും. കൂടെ 10% മുതൽ 22% വരെ പൗഡറുള്ള കാർബമൈഡ് പെറോക്സൈഡ് ജെൽ തരും. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ദിവസവും 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ വെച്ച് കിടക്കണം. 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ ചെയ്യണം. ഇതിന്റെ കോസ്റ്റ് ഏകദേശം 4000 രൂപ മുതൽ 7000 രൂപ വരെ വരും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും. പതിയെ വെളുക്കുന്നതുകൊണ്ട് പല്ലിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടും. ഇനി മൂന്നാമത്തെ ടൈപ്പ്, ഓവർ ദി കൗണ്ടർ പ്രൊഡക്ട്സ്.
ഇത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ വാങ്ങുന്ന വൈറ്റനിങ് സ്ട്രിപ്സ്, വൈറ്റനിങ് പെൻ, വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് എന്നിവയാണ്. ഇതിൽ പെറോക്സൈഡിന്റെ അളവ് വളരെ കുറവാണ്, 3% താഴെ. സോ ഇതുകൊണ്ട് നിങ്ങളുടെ പല്ലിന്റെ ഉള്ളിലെ നിറം മാറ്റാൻ പറ്റില്ല. പുറമേ ഉള്ള ചെറിയ കാപ്പിക്കറ, ചായക്കറ മാത്രമേ പോകൂ. പിന്നെ ഇത് ഗമ്മിലായാൽ ബേൺ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഗം പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല. ഇതിന്റെ കോസ്റ്റ് ഏകദേശം 500 രൂപ മുതൽ 2000 രൂപ വരെയാണ്. എക്സ്പെക്ടേഷൻ വളരെ കുറച്ചേ വെക്കാവൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ആർക്കൊക്കെ ബ്ലീച്ചിങ് ചെയ്യാൻ പാടില്ല. ഒന്നാമത്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെയ്യരുത്, കാരണം അവരുടെ ഇനാമൽ പൂർണ്ണമായി ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. രണ്ടാമത്, പ്രഗ്നന്റ് ആയവർ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർ, ഈ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് കാരണം സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. സോ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്, നിങ്ങളുടെ പല്ലിൽ ക്യാവിറ്റി ഉണ്ടെങ്കിൽ, മോണരോഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിവിയർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആദ്യം ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ബ്ലീച്ചിങ് ജെൽ ആ ഹോളിൽ കൂടി നെർവിലേക്ക് പോയി നരകവേദനയായിരിക്കും. നാലാമത്, നിങ്ങൾക്ക് ബ്രേസസ് ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് ചെയ്യരുത്, കാരണം ബ്രേസസിന്റെ അടിയിലുള്ള ഭാഗം വെളുക്കില്ല. ബ്രേസസ് എടുത്തു കഴിയുമ്പോൾ അവിടെ സ്ക്വയറായി മഞ്ഞ നിറം കാണും, അണ്ണീവണായി ഇരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങളുടെ മുൻപല്ലിൽ ക്രൗൺ ഉണ്ടെങ്കിൽ, വെനീർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ അത് വെളുക്കില്ല. ബ്ലീച്ചിങ് ജെൽ നാച്ചുറൽ പല്ലിന്റെ നിറം മാത്രമേ മാറ്റൂ, ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസിന്റെ നിറം മാറില്ല. സോ നിങ്ങൾ ബ്ലീച്ചിങ് ചെയ്താൽ നിങ്ങളുടെ നാച്ചുറൽ പല്ല് വെളുക്കും, പക്ഷെ ക്രൗൺ പഴയ മഞ്ഞ നിറത്തിൽ തന്നെ ഇരിക്കും. അപ്പോൾ കളർ മിസ് മാച്ച് വരും. അതുകൊണ്ട് ബ്ലീച്ചിങ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആകുമോ എന്ന് കൺഫേം ചെയ്യണം. ഇനി നിങ്ങൾ ക്ലിനിക്കിൽ പോയാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയാം. 4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ക്ലീനിങ്. ഡോക്ടർ ആദ്യം ക്ലീനിങ് ചെയ്ത് നിങ്ങളുടെ പല്ലിലെ അഴുക്ക്, പ്ലാക്ക്, കാൽക്കുലസ്, പുറമേയുള്ള കറ മുഴുവൻ കളയും. എന്നിട്ട് ഷെയ്ഡ് ഗൈഡ് എന്നൊരു പല്ലിന്റെ കളർ സ്കെയിൽ വെച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ നിറം നോട്ട് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങളുടെ നിറം A3 ആണെന്ന് വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഗം പ്രൊട്ടക്ഷൻ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മോണയിൽ ഒരു ബ്ലൂ കളർ ലിക്വിഡ് ഡാം അപ്ലൈ ചെയ്യും. എന്നിട്ട് ലൈറ്റ് അടിച്ചത് ഹാർഡാക്കും. ഇതൊരു ഷീൽഡ് പോലെ വർക്ക് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ്, ജെൽ അപ്ലിക്കേഷൻ. ഇനിയാണ് ബ്ലീച്ചിങ് ജെൽ പല്ലിൽ അപ്ലൈ ചെയ്യുന്നത്. 15 മിനിറ്റ് വെക്കും. വേണമെങ്കിൽ LED ലൈറ്റ് അടിച്ച് ആക്ടിവേറ്റ് ചെയ്യും. ഇത് 3 തവണ റിപ്പീറ്റ് ചെയ്യും. ടോട്ടൽ 1 മണിക്കൂർ. ഈ സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ പ്രിക്ക് ചെയ്യുന്ന പോലെ തോന്നാം, പേടിക്കേണ്ട, നോർമലാണ്. നാലാമത്തെ സ്റ്റെപ്പ്, ഫൈനൽ റിൻസ്. ജെല്ല് മുഴുവൻ കഴുകിക്കളയും. സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ ഫ്ലൂറൈഡ് ജെൽ അപ്ലൈ ചെയ്യും. വീണ്ടും ഷെയ്ഡ് ചെക്ക് ചെയ്യും. നിങ്ങളുടെ A3 നിറം ഇപ്പോൾ A1 ആയി കാണും. 1 മണിക്കൂർ കൊണ്ട് 5 വർഷം പിന്നോട്ട് പോയ പോലെ. ഇനി സൈഡ് എഫക്ട്സ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടൂത്ത് സെൻസിറ്റിവിറ്റി, പുളിപ്പ്. 60% ആളുകളും ബ്ലീച്ചിങ് കഴിഞ്ഞ് 24 മുതൽ 48 മണിക്കൂർ വരെ തണുത്ത വെള്ളം കുടിച്ച ഒരു പുളിപ്പ്, ഒരു ഷോക്ക് അടിക്കുന്ന ഫീല് വരും. ഇത് താൽക്കാലികമാണ്. ഡോക്ടർ തരുന്ന സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്താൽ 3 ദിവസം കൊണ്ട് മാറും. രണ്ടാമത്, ഗം ഇറിറ്റേഷൻ. ജെല്ല് മോണയിലായ 1 ദിവസം നീറ്റലുണ്ടാവും, അത് മാറും. സോ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ബ്ലീച്ചിങ് കഴിഞ്ഞുള്ള ആദ്യത്തെ 2 ദിവസം എന്തൊക്കെ ഒഴിവാക്കണം ലിസ്റ്റ് ചെയ്യാം. ചായ, കാപ്പി, ഗ്രീൻ ടീ, കോൾഡ് ഡ്രിങ്ക്സ്, കോള, റെഡ് വൈൻ, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ടർമറിക് ചേർത്ത കറികൾ, ബീട്രൂട്ട്, ചോക്ലേറ്റ്, പുകവലി, മദ്യപാനം, ലിപ്സ്റ്റിക്, കളേർഡ് മൗത്ത് വാഷ്, ഇതൊന്നും വേണ്ട. പിന്നെ എന്ത് കഴിക്കാം? സിമ്പിൾ, വെളുത്ത ആഹാരം മാത്രം. വെള്ളം, പാൽ, തൈര്, മോര്, ചോറ്, ഇഡ്ഡലി, ദോശ, വെളുത്ത ഇറച്ചി, മുട്ടയുടെ വെള്ള, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, അങ്ങനെ. 48 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഡയറ്റിലേക്ക് വരാം. പക്ഷെ ഒരു ടിപ്പ് തരാം, ലൈഫ് ടൈം സ്റ്റെയിൻ വരാതിരിക്കാൻ ചായയോ കാപ്പിയോ കുടിക്കുമ്പോൾ ഒരു സ്ട്രോ ഉപയോഗിക്കാം. കുടിച്ചിട്ട് പെട്ടെന്ന് വെള്ളം കൊണ്ട് വാ കഴുകുക. ഇത് സ്റ്റെയിൻ വരുന്നത് 80% കുറയ്ക്കും. സോ ഫൈനലായിട്ട് പറഞ്ഞാൽ, ടീത്ത് ബ്ലീച്ചിങ് സേഫ് ആണോ? യെസ്, 100% സേഫ് ആണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ക്വാളിഫൈഡ് ആയ ഒരു ഡെന്റിസ്റ്റിന്റെ സൂപ്പർവിഷനിൽ ചെയ്യണം. ബ്ലീച്ചിങ്ങിന്റെ റിസൾട്ട് എത്ര നാൾ നിൽക്കും? നിങ്ങളുടെ ഹാബിറ്റ്സ് അനുസരിച്ചിരിക്കും. ദിവസവും 3 കാപ്പി കുടിക്കുന്ന, സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് 6 മാസം, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് 2 വർഷം വരെ നിൽക്കും. 6 മാസം കൂടുമ്പോൾ ഒരു ടച്ചപ്പ് ചെയ്താൽ മതി. അവസാനമായ ഒരു കാര്യം, ബ്ലീച്ചിങ് എന്നത് ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണ്, ഹെൽത്ത് ട്രീറ്റ്മെന്റ് അല്ല. നിങ്ങളുടെ പല്ല് വെളുത്തില്ലെങ്കിലും അത് ഹെൽത്തി ആണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. കോൺഫിഡൻസ് വേണ്ടത് വെളുത്ത പല്ലിലല്ല, ആരോഗ്യമുള്ള പല്ലിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് സേവ് ചെയ്തു വെക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.